ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും അതുപോലെ തന്നെ മുന്നോട്ട് പോവാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് രാവിലെ നമുക്ക് ദോശയ്ക്ക് കറി ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. കടലക്കറിയും ദോശയും. അപ്പോൾ മാവൊക്കെ തലേന്ന് തന്നെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അങ്ങ് അരച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മാവ് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം. കൊച്ചുങ്ങളുള്ള വീട്ടിലാണെങ്കിലും വളരെ എളുപ്പമായിട്ട് അവർക്ക് വയറ് നിറയ്ക്കാനും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഉരുളക്കിഴങ്ങും തക്കാളിയും കുറച്ച് വല്ലുള്ളി, അതായത് നമ്മളെ സവോളയൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് കറിവേപ്പിലയും വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടലയൊക്കെ കേട്ടോ. വെള്ളക്കടലയാട്ടോ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിട്ടിട്ട് ഉണ്ടാക്കുന്നൊരു കറിയായിരുന്നേ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ കുറച്ച് തേങ്ങയും നമ്മുടെ ഈ കിഴങ്ങും അതുപോലെ തന്നെ കടലയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ തേങ്ങയിൽ അത് ചൂടാറിയതിന് ശേഷം തേങ്ങയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും തേങ്ങയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഒരിച്ചിരി ചേർക്കാം. ഞാൻ ഇങ്ങനെയുള്ള മസാല ചേർക്കുന്ന കറിയിലെല്ലാം ഇച്ചിരി ചിക്കൻ മസാല ചേർക്കാറുണ്ട് കേട്ടോ. ചിക്കൻ മസാല എന്തെങ്കിലും ഒരു നോൺ വെജിൻ്റെ പൊടി ചേർക്കാം, ഒരു മസാലപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊടുത്തു. പിന്നെ കടുകില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ വെറുതെ കുറച്ച് മുളക് പൊടി ഒന്ന് താളിച്ചിട്ട് നമ്മളെ കടലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും നമ്മുടെ കടലക്കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇട്ട ചായ ആയിരുന്നു കേട്ടോ, എനിക്ക് കുടിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അതിൽ ഓരോരോ ജോലിയായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. മുറ്റത്ത് നിറയെ ചെറിയ കള പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല അനിയത്തിയും കൂടെയൊക്കെ നിന്നിട്ട് അതിങ്ങനെ നുള്ളിപ്പുഴുത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ ചെറിയൊരു മഴയൊക്കെ പൊടിഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്നില്ല, ഇങ്ങ് കയറി പോന്നു കേട്ടോ. അപ്പോൾ അതേ വന്നിട്ട് ഒന്നും കൂടി ചായയൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഈ അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് മീൻകറിയാണ് കേട്ടോ. രാവിലെ തന്നെ മീൻകറി അങ്ങ് വെച്ചു. തലേന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വങ്കടയാണ് കേട്ടോ. അപ്പോൾ വങ്കട ഞാനങ്ങ് പുളി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് അത് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി അടുപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കാപ്പി കുടിക്കാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ നമ്മുടെ കടലക്കറിയും ദോശയും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. മുൻപ് ഞാനിങ്ങനെ കാപ്പി കുടിക്കുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു. പഴഞ്ചോറ്, അതായത് പഴങ്കഞ്ഞിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അത് ആരോഗ്യത്തിന് വളരെ ദോഷമായതുകൊണ്ട് ഇപ്പം ആ പരിപാടി നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാപ്പി കുടിക്കാറുണ്ട്. എന്നെപ്പോലെ എന്തെങ്കിലും പലഹാരം കഴിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ രാവിലത്തെ കാര്യം കേട്ടോ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് അത് നമ്മൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അത് നമ്മളെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ആരോഗ്യത്തെ ബാധിക്കുന്ന, നമ്മൾ കഴിച്ചില്ലെങ്കിൽ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് രാവിലത്തെ കാപ്പി കൂടി മാറ്റുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും ചോറ് തന്നെ കഴിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. എനിക്കങ്ങനെ പ്രശ്നമായ ഒരാളാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞാണേ. അങ്ങനെ ചായയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട്, എനിക്ക് ഒരുപാട് ചൂടൊന്നും വേണ്ട, എന്നാലും വാട്ട ചായ, അതായത് തണുത്തിരിക്കുന്ന ചായ കുടിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയിരുന്ന് സ്വസ്ഥമായിട്ട് കാപ്പിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇനി ഉച്ചക്കലത്തെ അംഗം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ, എന്താണ് വെക്കേണ്ടത് ഇന്നെന്നോ. അതുപോലെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറിയിൽ കുറച്ച് കായ കിടപ്പുണ്ടായിരുന്നു, നമ്മളെ ചെറിയ ഏത്തക്ക പോലത്തെ പച്ചക്കായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി, അതിൻ്റെ മേൽപ്പുറം മാത്രം ഒന്ന് ചുരണ്ടിയിട്ടാണ് എടുക്കുന്നത്. നാടൻ കായൊക്കെ ആണെങ്കിൽ അതിങ്ങനെ തോല് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തോല് വളരെ ഗുണമുള്ളതാണ്. എനിക്കിതിൽ പറ്റിയ ഒരു അബദ്ധം മറ്റൊന്നുമല്ല, അരിഞ്ഞിട്ടിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ കറ പോകാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തിട്ട് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്ത്. അങ്ങനെ മെഴുക്കുരട്ടി ആക്കിയപ്പോൾ ചെറുതായിട്ട് കറയൊക്കെ ഇറങ്ങിയിട്ട് ആ മെഴുക്കുരട്ടിയുടെ കളറ് തന്നെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലായിരുന്നു. എന്നാലും എടുത്ത വീഡിയോ കളയണ്ടെന്ന് കരുതിയിട്ടും ഇതങ്ങ് തുറന്നങ്ങ് പറഞ്ഞ് കളയാം എന്ന് കരുതിയിട്ട് ഞാനങ്ങ് വീഡിയോ ഇതിലോട്ട് തന്നെ അങ്ങ് ആഡാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം അവിടെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഉച്ചക്കൂടെയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് വേണം മാറ്റാനായിട്ട്. അപ്പോൾ
അതേ നമ്മൾ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട്, മടിയായതുകൊണ്ടല്ല കേട്ടോ, താളിച്ചെടുക്കാനാണല്ലോ, അതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളി ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സവോള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് മെഴുക്കുരട്ടി ആക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. കായ് തോരൻ വെക്കാറുണ്ട്, തോരനും മെഴുക്കുരട്ടി ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചതച്ച മുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി അതിലേക്ക് ലേശം വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇവിടം വരെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ കറയെല്ലാം കൂടെ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോയി. അപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയ ഒരു അബദ്ധമാണ് കേട്ടോ ഇങ്ങനെ പറ്റിയത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കളയൊക്കെ പറിച്ച് വന്നപ്പോഴത്തേക്കും സമയവും പോയി, കൊച്ചിനെയും കൊണ്ടാക്കി സ്കൂളിൽ, പിന്നെ സമയമില്ലായിരുന്നു. എടുപിടി ചടപിടി എന്നും പറഞ്ഞിട്ട് ചെയ്ത കാര്യമാണ്. കുറച്ച് നേരം ഒരു ഇച്ചിരി കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാലും അതിൻ്റെ കറ അങ്ങ് പോവുമായിരുന്നു. എന്ത് ചെയ്യാൻ, അബദ്ധം പറ്റിപ്പോയി. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഞാൻ വരുന്ന വഴിക്ക് കൊച്ചിനെയും കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്ക് ഉണക്ക കൊഞ്ച്, അത് ചെറിയ പൊടിച്ചെമ്മീനായിരുന്നു കേട്ടോ. ചെമ്മീൻ എന്നല്ലേ, കൊഞ്ച്, ചെമ്മീൻ, ഇവിടെ കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അത് തീരെ പൊടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി നുള്ളാനും ഒന്നും ഇല്ലായിരുന്നു അതിൽ. അതുകൊണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പടവലങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു തോരൻ വെക്കാനാണ് കേട്ടോ. അങ്ങനെ മസാല ഇട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ തോരനാണേ. അതൊന്ന് കഴുകി വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പടവലങ്ങ കഷ്ണം, പിന്നെ ഒരു ചെറിയ കുമ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അതിനിപ്പോൾ കളയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. സവോളയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങ, ജീരകം ചേർത്തിട്ടില്ല, ജീരകം മാത്രം ചേർക്കേണ്ട, വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അതായത് നമ്മൾ ഇട്ടിരിക്കുന്നത് പൊടിച്ചെമ്മീനാണ്. ചെമ്മീനല്ലേ, പൊടിയായാലും വലുതായാലും ചെമ്മീൻ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വയറുവേദനയൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക്. അതുകൊണ്ട് ഇതിപ്പം ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല കേട്ടോ. ഞാനും അനിയത്തിയും മാത്രമേ കഴിക്കൂ. കൊച്ചിനും കൊടുക്കാറില്ല, ഉമ്മയും പപ്പായും കഴിക്കാറില്ല. ഉണക്ക ചെമ്മീനായതുകൊണ്ട് കഴിക്കത്തില്ല. വയറുവേദനയൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് അവർ കഴിക്കത്തില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ അതിലേക്ക് ആ തേങ്ങയുടെ അരപ്പും കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ പടവലങ്ങയും കൊഞ്ചും ഒക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സാക്കി തട്ടിപ്പൊത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് കേട്ടോ. പിന്നെ കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കണം. അതെല്ലാം ചെയ്തു. നമ്മുടെ മീൻകറിയും അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉള്ളിയും കൂടെയൊക്കെ ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. കപ്പ ഉണ്ടായിരുന്നു, ചീനി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറിനും കൂടി അങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ മെഴുക്കുരട്ടി ആ ഒരു ഇരുമ്പിച്ചട്ടി തന്നെ ഇരിക്കുന്നത്, ഞാൻ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.